ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു കുട്ടി ഫ്രോക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ അവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വരുന്നുണ്ട്. ഒരു 5-6 പ്ലീറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ സെൻറ്ററിൽ മാത്രമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ വീതി 21 ഇഞ്ച്, നീളവും 21 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. വീതി അത്രയും എടുത്തു കൊടുക്കണം, കാരണം ഫ്രിൽസ് ഇട്ട് കൊടുക്കാനുള്ളതല്ലേ. അപ്പം 21 ഇഞ്ച് വീതി എടുത്തു കൊടുക്കുന്നുണ്ട്. അത് ഫോൾഡ് ചെയ്തിട്ടാണുള്ളത്, അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. യോക്ക് പോർഷൻ്റെ വീതി വരുന്നത് 12 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊരു 14 ഇഞ്ചിലുണ്ട്, അപ്പോൾ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നീളം വരുന്നത് 9 ഇഞ്ചാണ്. ആ ബോർഡർ വരുന്ന ഭാഗം വേസ്റ്റിൻ്റെ അവിടെ വരും. ഫൈനൽ ലുക്ക് അത് ഇതുപോലെയാണ് കേട്ടോ കിട്ടേണ്ടത്. അതായത് സെൻറ്ററിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാരണ പട്ടുപാവാടക്കൊക്കെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ഇതുപോലെ പ്ലീറ്റ്സ് ഇങ്ങനെ പിടിച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. വീതിയിൽ ഇതുപോലെ ഒരു 5-6 സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു 7 ഇഞ്ച് വീതിയിൽ നമുക്ക് അതുപോലെ സ്റ്റിച്ച് കൊടുക്കാം. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചും ഫ്രണ്ട് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചും ആണ്. ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ വിഡ്ത്ത് 5 ഇഞ്ച്, ഷോൾഡറിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് വരച്ച് കൊടുക്കാം. ബാക്ക് പോർഷൻ വെക്കാൻ മറന്നുപോയി, രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് ഒരു 4.25 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ബട്ടൺസ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. ഒരു 4.25 ഇഞ്ച് ഇറക്കം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. യോക്ക് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് വെച്ച് കൊടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴീൻ്റെ അവിടെ വെച്ച് കൊടുക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം. അതിന് ക്രോസ് പീസാണ് വേണ്ടത്. നമ്മൾ ഇതുപോലെ ക്രോസ് പീസ് ഒരു 2 കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് അത് 2ആയിട്ട് മടക്കി കൊടുത്തിട്ട് മോശം വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ മോശം വശത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.